നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള റൗട്ടിംഗ് അൽഗോരിതമാണ് ഷോർട്ടസ്റ്റ് പാത്ത് റൗട്ടിംഗ്. അതിലൊന്നാണ് ഡയക്സ്ട്രാസ് അൽഗോരിതം പറയും. ഷോർട്ടസ്റ്റ് പാത്ത് റൗട്ടിംഗ് നമുക്ക് എന്തെന്ന് പറയും? ഡയക്സ്ട്രാസ് അൽഗോരിതം പറയും. ഇൻ ദിസ് അൽഗോരിതം ദ ക്രൈറ്റീരിയ ഫോർ ഷോർട്ടസ്റ്റ് പാത്ത് ഇസ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഡയക്സ്ട്രാസ് അൽഗോരിതത്തിൽ ഇവിടുത്തെ ക്രൈറ്റീരിയ എന്താണ് മെയിൻലി വരുന്നത്? ഡിസ്റ്റൻസ് ആണ്. അതായത് ദ ഷോർട്ടസ്റ്റ് പാത്ത് പ്രോബ്ലം ഇസ് ദ പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. നമുക്കറിയാം എന്തിനാണ് ഈ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക? ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുക. സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലോട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഈ റൗട്ടിംഗ് എന്ന് പറയുന്നത്. അത് ഷോർട്ടസ്റ്റ് പാത്ത് ഇസ് ദ പാത്ത് ദാറ്റ് ഹാസ് ദ ലീസ്റ്റ് കോസ്റ്റസ്. അപ്പോൾ നമ്മൾ ഈ ഡയക്സ്ട്രാസ് അൽഗോരിതത്തിൽ നമ്മൾ നോക്കുന്നത് ആ പാത്ത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഏത് പാത്തിനാണ് ഏറ്റവും ലീസ്റ്റ് കോസ്റ്റ് വരുന്നത് അതായിരിക്കും കമ്പയർ ടു എക്സിസ്റ്റിംഗ് പാത്ത്. ബാക്കി കുറേ പാത്ത് കാണുമല്ലോ, അതിൽ നിന്ന് ബാക്കിയുള്ള എല്ലാ പാത്തിൽ നിന്ന് ഏത് പാത്തിനാണ് ലീസ്റ്റ് കോസ്റ്റ് വരുന്നത് അതാണ് നമ്മളിവിടെ എന്തായിട്ട് എടുക്കുന്നത്? ഷോർട്ടസ്റ്റ് പാത്തായിട്ട് കണക്കാക്കുന്നത്. മിനിമം കോസ്റ്റ് ഓർ ലീസ്റ്റ് കോസ്റ്റ് അൽഗോരിതം. വെർട്ടിസസ് ആർ അസ്യൂംഡ് ടു ആക്ട് ആസ് റൗട്ടേഴ്സ് ആൻഡ് എഡ്ജസ് ആക്ട് ആസ്. അപ്പോൾ ഇവിടെ ഈ ഡയക്സ്ട്രാസ് അൽഗോരിതത്തിൽ നമ്മുടെ ഈ വെർട്ടിസസ് എന്തായിട്ട് ആക്ട് ചെയ്യും? റൗട്ടേഴ്സ് ആയിട്ടും എഡ്ജസ് എന്താവും? അത് കണക്ട് ചെയ്യുന്ന കണക്റ്റീവ് മീഡിയ അല്ലെങ്കിൽ ലിങ്ക് ആയിട്ടും ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. എ നോഡ് ഹാസ് സീറോ കോസ്റ്റ്. ഒരു നോഡിന് എന്തായിരിക്കും? വിത്ത് റെസ്പെക്ട് ടു ഇറ്റ് സെൽഫ്. അതായത് ആ ഒരു നോഡിന് സീറോ കോസ്റ്റ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ് സെൽഫ് അതിനെന്തായിരിക്കും? സീറോ കോസ്റ്റ് ആയിരിക്കും. ഡയക്സ്ട്രാസ് അൽഗോരിതം ഈസ് ആപ്ലിക്കബിൾ ഓൺലി വെൻ ദ കോസ്റ്റ് ഓഫ് ഓൾ നോഡ്സ് ഈസ് നോൺ നെഗറ്റീവ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫ്ലഡിംഗ്. എന്താണ് ഫ്ലഡിംഗ്? ഫ്ലഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറ്റിക് റൗട്ടിംഗ് അൽഗോരിതം. വാട്ട് ഈസ് ഫ്ലഡിംഗ്? ഫ്ലഡിംഗ് ഈസ് എ സ്റ്റാറ്റിക് routing algorithm. Every incoming packet is sent out on every outgoing lines except the line on which it has arrived. എല്ലാ ഇൻകമിംഗ് പാക്കറ്റ്സ് എന്താവും? തിരിച്ച് സെൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട് ഓൺ എവറി ഔട്ട് ഗോയിങ് ലൈൻസ്. പക്ഷേ ഏത് ലൈനിൽ നിന്നാണോ അറൈവ് ചെയ്ത് അങ്ങോട്ട് മാത്രം അത് പോകത്തില്ല. അതായത് നോക്കിക്കോ, ഇവിടെ മൊത്തം 6 റൗട്ടേഴ്സ് ഉണ്ട്. A B C D E F. മൊത്തത്തിൽ 6 റൗട്ടേഴ്സ് ദാറ്റ് ആർ കണക്റ്റഡ് ത്രൂ എ ട്രാൻസ്മിഷൻ ലൈൻ വെച്ച് കണക്റ്റഡ് ഉണ്ട്. obviously generates vast number of duplicates. obviously generate ചെയ്യുന്നത് ഒരു വാസ്റ്റ് നമ്പർ ഓഫ് എന്ത് ജനറേറ്റ് ചെയ്യും? ഡ്യൂപ്ലിക്കേറ്റ് പാക്കറ്റ്സ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇൻകമിംഗ് പാക്കറ്റ് ടു എ വിൽ സെൻഡ് ടു ബി സി ഡി. ഒരു എയിൽ നിന്ന് വരുന്ന ഇൻകമിംഗ് പാക്കറ്റ് എങ്ങോട്ടൊക്കെ സെൻഡ് ചെയ്യും? ബിയിലും സിയിലും ഡിയിലോട്ടും സെൻഡ് ചെയ്യും. ബി വിൽ സെൻഡ് ദ പാക്കറ്റ് ടു സി. ബി എങ്ങോട്ടൊക്കെ സെൻഡ് ചെയ്യും? സിയിലും ഇയിലോട്ടും സെൻഡ് ചെയ്യും. സി ആണെങ്കിലോ സിയിൽ കിട്ടിയ ശേഷം സി ആർക്കൊക്കെ സെൻഡ് ചെയ്യും? ബിക്ക് സെൻഡ് ചെയ്യും, ഡിക്കും സെൻഡ് ചെയ്യും, എഫിനും സെൻഡ് ചെയ്യും. ഓക്കെ, ഡിയിൽ വന്നതിന് ശേഷം ഡി വിൽ സെൻഡ് ദ പാക്കറ്റ് ടു സിക്കും എഫിനും സെൻഡ് ചെയ്യും. ഇ വിൽ സെൻഡ് ദ പാക്കറ്റ് ടു എങ്ങോട്ടായിരിക്കും? എഫ്. അതേപോലെ എഫ് വിൽ സെൻഡ് ടു സിയും ഇയും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? ഏത് റൗട്ട്, അതായത് നമ്മൾ വരുന്ന റൗട്ട്, അതായത് കമ്മിങ് ഫ്രം, നമ്മൾ ഏത് റൂട്ടിൽ നിന്നാണ് വന്നത് ആ റൂട്ടിലോട്ട് എന്ത് ചെയ്യത്തില്ല? അറൈവ് ചെയ്ത ലൈനിൽ കൂടെ എന്താവത്തില്ല? കണക്ഷൻ പാക്കറ്റ് സെൻഡ് ആവത്തില്ല. ബാക്കി എല്ലാത്തിലൂടെ എന്ത് ചെയ്യും? അത് പാക്കറ്റ് എന്ത് ചെയ്യും? സെൻഡ് ഔട്ട് ചെയ്യും. ഇതാണ് ഫ്ലഡിങ്ങിൽ വരുന്നത്. ഓക്കെ, സോ ഇവിടെ ഫ്ലഡിങ് സംഭവിക്കാനുള്ള അൺകൺട്രോൾഡ് ഫ്ലഡിങ് വരാം, കൺട്രോൾഡ് ഫ്ലഡിങ് വരാം. എന്താണ് അൺകൺട്രോൾഡ് ഫ്ലഡിങ്? ഹിയർ ഈച്ച് റൗട്ട് അൺകണ്ടീഷണൽ ട്രാൻസ്മിറ്റ് ദ ഇൻകമിംഗ് ഡേറ്റ പാക്ക് ടു ഇറ്റ്സ്. അപ്പോൾ അൺകണ്ടീഷണലി ആയിട്ട് നൈബേഴ്സിനെല്ലാം ഡേറ്റ പാക്കറ്റ്സ് സെൻഡ് ചെയ്ത് അവിടെ എന്ത് വരും? അൺകൺട്രോൾഡ് ഫ്ലഡിങ്. ഫ്ലഡിങ് ആണ് നമുക്ക് വെള്ളപ്പൊക്കം, അതായത് ഓവർ ലോഡായിട്ട് എന്ത് പാക്കറ്റ്സ് വരിക. ഇനി കൺട്രോൾഡ് ഫ്ലഡിങ് ആണ് ദേ യൂസ് സം മെത്തേഡ്സ് ടു കൺട്രോൾ ദ ട്രാൻസ്മിഷൻ ഓഫ് പാക്കറ്റ്സ് ടു ദ നൈബറിംഗ് നോഡ്സ്. അവർ കുറച്ച് കൺട്രോൾ ചെയ്യുക. അതായത് ദ 2 പോപ്പുലർ അൽഗോരിതംസ് ഫോർ കൺട്രോൾ ഫ്ലഡിങ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് നമ്പർ കൺട്രോൾ ഫ്ലഡിങ്ങും റിവേഴ്സ് പാത്തുമാണ്. ഓക്കെ അല്ലേ?